എനിക്ക് ആ ചുട്ടുമോനെ അടിക്കണതോ തൊടിക്കണതൊക്കെ കണ്ടപ്പോ ഉണ്ടല്ലോ കടിച്ച് നന്നായെന്ന് തോന്നിപ്പോയി. ആദ്യമൊക്കെ നല്ലതായിരുന്നു, പക്ഷേ വിചാരിച്ചിരുന്ന പോലെ ഇതായിരുന്നില്ല എന്റെ വീട്. ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഗ്രാമത്തില്, ആ കൊച്ചു ഗ്രാമത്തില് അടിയും വഴക്കൊന്നും വേണ്ട എന്ന രീതിയിൽ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് എറിയുകയാണ്. അതിൽ നിന്നാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. പൂക്കി പോട്ട് നിൽക്കുകയാണ്. ശരിക്കും റിയൽ ലൈഫിൽ പൂക്കിയാണ്. ഇതിനകത്ത് ഞാൻ നോക്കിയൊരു കാര്യമാണ്, ഈ സിനിമയിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും പേര് ഏറ്റവും അവസാനം തിയേറ്ററിൽ എഴുതി കാണിക്കുന്നത്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് പറഞ്ഞതാ, പക്ഷെ അത് പുള്ളി ഇത്ര സീരിയസ് എടുക്കുന്നത്. അതുപോലെ തന്നെ കാറ് വളച്ചു നിർത്തുന്ന ഒരു സീൻ അതങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് കുമാറിനെ കാണുമ്പോൾ എനിക്ക് ഹിപ്സ്റ്ററിനെ പോലെ തോന്നി. അതിന്റെ ബാക്കിൽ എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടോ, ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരാനുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കുമാർ അടിയാവണ്ട ഞാനേ അല്ല, സംഭവം ഞങ്ങളെ കൂട്ടുകാരാണ്. കൂട്ടുകാരോ കാമുകയാകുമ്പോൾ നമുക്ക് നല്ലതാണെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. ബാബുരാജ് എനിക്ക് ഓക്കെയല്ല. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഇൻഫ്രീ മീഡിയയിലേക്ക് സ്വാഗതം. രാജേഷ് മാധവന്റെ സംവിധാനത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ പെണ്ണും പൊറാട്ടും എന്ന മൂവി തിയേറ്ററിൽ ഗംഭീര പ്രതികരണത്തോടു കൂടി മുമ്പോട്ട് പോവാണ്. ഇന്ന് നമ്മൾക്ക് എത്തിയിട്ടുള്ളത് അതിൽ 4 നടന്മാരാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. ദിനേശ്, ദീപക്, സതീഷ്, സുമ. എല്ലാവർക്കും ഇൻഫ്രീ മീഡിയയിലേക്ക് സ്വാഗതം. സിനിമ ഇറങ്ങി ഇപ്പോ കുറച്ച് ദിവസം ആയിരിക്കാണ്. എന്താണ് എല്ലാവർക്കും പറയാനുള്ളത്? സുമയിൽ നിന്ന് തുടങ്ങാം. എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട്. എല്ലാവരും നല്ല സിനിമയാണെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടും എല്ലാവരും തിയേറ്ററിൽ കണ്ടിട്ട് കേരളത്തിൽ മുഴുവനായിട്ട് നല്ല റിസൾട്ടാണ് നിലവിലുള്ളത്. 2ാമത്തെ ആഴ്ചയിലേക്ക് സിനിമ കടന്നു. അത്യാവശ്യം നല്ല തിയേറ്റർ കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കൊണ്ടല്ലേ വിളിച്ചു പറയുന്നതിലേക്ക് ഭയങ്കര സന്തോഷം. എല്ലാവർക്കും പടം വർക്കായി. ഇതിപ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ട്, പടം നന്നായി ചെയ്തു. പ്രത്യേകിച്ച് ആക്ടേഴ്സിനൊക്കെ നന്നായി ചെയ്തു. ഞങ്ങളെല്ലാവരും പുതുമുഖ ആൾക്കാരാണ്. നന്നായി ചെയ്തു എന്ന് പറയുന്നതിൽ ഭയങ്കര സന്തോഷം. അതെ, ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഷുട്ടുമോനെ കുറിച്ച്. എനിക്ക് സത്യം പറഞ്ഞ ഷുട്ടുമോനെ നിങ്ങൾ ചെയ്യണം കണ്ടിട്ട് എനിക്ക് നല്ല ദേഷ്യം വരുമായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് സിനിമ കണ്ടത്. അടിപൊളിയായിരുന്നു. ഷുട്ടുമോനെ കുറിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷുട്ടുമോനിൽ നിന്നാണല്ലോ സിനിമ തുടങ്ങുന്നത്. ഒരു കുഞ്ഞി പപ്പിയായിട്ട് വന്ന് അവൻ വലിയതായി വന്ന്, ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞി ഷുട്ടുമോൻ തന്നെയാണോ വലിയ ഷുട്ടുമോൻ, അതോ? അല്ല, രണ്ടാണ്. ഓക്കെ. ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ പേര് തുടങ്ങുമ്പോൾ തന്നെ പെണ്ണും പൊറാട്ടും, ഇതിനു മുമ്പ് നമ്മൾ ആരും കേട്ടിട്ടില്ല. പുതിയൊരു ജേണൽ ഇറങ്ങിയൊരു സിനിമ തന്നെയാണ്. അപ്പോൾ ടോവിനോ തോമസ് ഈ ഒരു സിനിമയിൽ ഒരു കഥാപാത്രമാണ് എന്നുള്ളൊരു പല്ലവി നേരത്തെ കേട്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും വിചാരിച്ചു ഓക്കെ ടോവിനോ ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കഥ പറഞ്ഞ ടൈമിൽ ടോവിനോ തോമസ് ഇതിനകത്തൊരു മെയിൻ കഥാപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? കഥ ആക്ച്വലി ഇതില് മിക്കവാറുള്ള ആർക്കും കഥ അറിയില്ല. ഞങ്ങൾ ഇതിന്റെ കാസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അറിയില്ലെങ്കിൽ കൂടെ കുറച്ചൊക്കെ ഇങ്ങനെ രവിയേട്ടൻ വന്ന് അന്നൊരു ദിവസം വന്നൊരു ചെറിയൊരു ബ്രീഫ് വന്നു. അന്ന് ഞാനും സതീഷ് അജയൊക്കെ ഉള്ള സമയത്ത് ഒരു ബ്രീഫ് വന്നു. അപ്പൊ അറിയാം ബാക്കിയുള്ളവർക്കൊക്കെ ആ ലാസ്റ്റാണ് അറിഞ്ഞത് ശബ്ദം കൊടുക്കുന്നത്. അതെയല്ലേ. ഇപ്പൊ സിനിമ തിയേറ്ററിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇങ്ങനെ ഒരു സാധനം ആയിരുന്നു ഡയറക്ടർ ഉദ്ദേശിച്ചിരുന്നേ എന്നുള്ളത്. ഇപ്പൊ പറയുകയാണെങ്കിൽ സതീഷിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ സിനിമയിൽ കണ്ട ഭാഗങ്ങൾ മൊത്തം ഒരു പൂക്കി പോട്ട് നിൽക്കുകയാണ്. ശരിക്കും റിയൽ ലൈഫിൽ പൂക്കിയാണോ? ചെറുതായിട്ടാണോ? ഓക്കെ. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ആക്ച്വലി ഇതിന്റെ കാസ്റ്റിംഗ് ടൈം തൊട്ട് ഉണ്ട്. അജയും ഞാനാണ് ഇതിന്റെ കാസ്റ്റിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ദീപക് ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ നെന്മാറ അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ഓഡീഷൻ സമയത്ത് സുമ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. പിന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ രാജേട്ടൻ പറഞ്ഞതാണ് ബാബുരാജ് എന്നുള്ള ക്യാരക്ടർ ചെയ്തോളാൻ. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. പിന്നെ രാജേട്ടന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാം, പരിചയമുള്ള ആൾക്കാരാണ്. രാജേട്ടൻ ഞങ്ങൾ ഡ്രാമ സ്കൂളിൽ കഴിഞ്ഞാണ്. അപ്പോൾ ഡ്രാമ സ്കൂളിൽ ആള് സ്ഥിരം വരുമായിരുന്നു നമ്മുടെ നാടകങ്ങളൊക്കെ കാണാൻ. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കൂട്ടല്ലെങ്കിൽ കൂടെ അത് അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു.
ആളെന്നെ ഓഡീഷൻ ചെയ്തിട്ടുണ്ട് മുന്നേ. അങ്ങനെയൊക്കെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. ഇപ്പോ കുമാർ എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് അല്ലെ. അതുപോലെ തന്നെ മാഷും പാർട്ടി നിങ്ങൾ എല്ലാവരും ആ ഒരു ത്രെഡ് ഇട്ട് കൊടുത്തത്. അങ്ങനെയാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. എങ്ങനെയാ ഒരു ക്യാരക്ടറെ കുറിച്ച് പറയുന്നത് കുമാർ? ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ അല്ല, ആ സമയത്ത് എന്താണ് ക്യാരക്ടർ എന്നൊന്നും അറിഞ്ഞില്ല. രാജേട്ടൻ വരുന്നു, ലൊക്കേഷനിൽ വരുന്നു, സീന് പറയുന്നു, അത് നമ്മൾ അവിടെ ചെയ്യുന്നു. അതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്. ഇതിന് മുന്നേ നമുക്ക് കഥയോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. സിനിമ ഇറങ്ങുന്ന സമയത്ത് അപ്പോഴായിരുന്നു ഇതായിരുന്നു പരിപാടി എന്ന് മനസ്സിലാക്കുന്നത് സിനിമ ഇറങ്ങിയതിന് ശേഷമാണ്. ഓക്കെ, റിയൽ ലൈഫില് അങ്ങനെ ഒരു ആളാണോ? റിയൽ ലൈഫിൽ എങ്ങനെയാണ്? അതെ. ഇപ്പൊ നിങ്ങള് അല്ലെങ്കിൽ ആ ഒരു സിനിമ കണ്ടപ്പോ തൊട്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമ കാണുന്ന ആളാണ്. അതിൽ എക്സ്ട്രാ ഞാൻ എൻജോയ് ചെയ്ത ഒരു സിനിമ കണ്ടപ്പോ എന്ന് പറയാം. കാരണം ലാംഗ്വേജ്, ആ പറയുന്ന പാലക്കാടൻ ഭാഷ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഷയാണ്. നിങ്ങളെല്ലാവരും പാലക്കാടാണെന്ന് പറഞ്ഞു. ഇത് ഒരു ഉൾനാടൻ ഗ്രാമത്തില്, ഒരു പട്ടട എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് ഇമാജിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പട്ടട എന്ന് പറയുന്ന ഗ്രാമം ഉണ്ടോ? അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ, ഒരു കൂട്ടം ജനങ്ങള് ഇങ്ങനെയാണോ? എന്താണ് തോന്നുന്നത്? ഇല്ല, പട്ടണ ശരിക്കും ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മള് ഇതില് ആക്ച്വലി അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പാലക്കാടിന്റെ സ്വഭാവം എന്നല്ല പറയുന്നത്, സ്വഭാവമല്ല, ലാംഗ്വേജ് ഭാഷ ഉപയോഗിച്ചെന്ന് മാത്രമേ ആ സ്ഥലം. അതെ, ഭാഷ ഉപയോഗിച്ചു. അതെ, ഭാഷ എന്ന് പറയുമ്പോ ഇതൊരു ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് ചെന്ന് കയറുന്ന ഒരു ഭാഷയാണോ? നോർമലി നമ്മൾ കേൾക്കുന്ന പാലക്കാട് ഭാഷ ഇതല്ലല്ലോ. അല്ല, പാലക്കാട് ആക്ച്വലി ഉണ്ട്. പാലക്കാട് ഇങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ വീട്ടിൽ അച്ഛനമ്മമാർ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അത് നമ്മൾ ഉറപ്പായിട്ടും ടൗണിൽ പോകുമ്പോൾ കുറച്ച് കുറയും, ഗ്രാമത്തിലേക്ക് കുറച്ച് കൂടും. അതെ അതെ, അങ്ങനെയാണ്. ഇപ്പോ നിങ്ങൾ എല്ലാവരും പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഈ ഭാഷ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും പ്രാക്ടീസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇല്ല. പാലക്കാട് എന്തെങ്കിലും എന്റെ അടുത്ത് സംസാരിക്കോ? പാലക്കാട് ഭാഷയിൽ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ജന്മന കഴിവുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന പാലക്കാട്. നമുക്ക് ഈ അമ്മമാര് അവിടെ എത്തുന്ന സമയത്ത് അവരാണ് കൂടുതൽ എന്താണ് അങ്ങനെയുള്ളത്. കാരണം അവരിൽ നിന്നും അത് മാറിപ്പോയിട്ടില്ല. പിന്നെ എത്തുന്ന സമയത്ത് നമ്മളിപ്പോ പുറത്തൊക്കെ പോകുന്നുണ്ട്. എന്റെയൊക്കെ പോയി കുറച്ച് കിട്ടില്ലെന്നൊക്കെ പറയും. പിന്നെ പാലക്കാട് ഒരു ഇതാണ്, എല്ലാരും ആരെ കണ്ടാലും ആദ്യം ചേച്ചി, ചേട്ടാ, ചേച്ചിയെ. പിന്നെ ചേച്ചിമാരൊക്കെ അറിയാലോ, അവരൊക്കെ സാധാരണ പഠിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ ഒന്നും പറഞ്ഞു നോക്കണ്ട, അവർക്കൊണ്ട് അവരുടെ ഉള്ളിലുണ്ട് പരിപാടി. ആ കാസ്റ്റ് മൊത്തം പാലക്കാടുള്ള ആൾക്കാരാണ്. അതെ അതെ, എല്ലാം പാലക്കാടുള്ളത്. എസ്പെഷ്യലി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട അമ്മായിനെ കേട്ടോ. എനിക്ക് ദൈവമേ, ഞാൻ ചിരിച്ചു പറഞ്ഞു. അതായത് ആ വീട്ടിലെ എന്തോ ആ ഒരു സാധനം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കൂടുതലും കേൾക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോ അവിടെ നിന്നാണ് സിനിമയുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കൂടെ അഭിനയിച്ചവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കൂടെ അഭിനയിച്ച അഭിനയിച്ച അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഭയങ്കര ഇഷ്ടവും ഭയങ്കര സന്തോഷവും ഒക്കെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതിലേക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓട്ടോമാറ്റിക്കലി ഇവരോടൊക്കെ നമുക്ക് വേറെ തന്നെ ഒരു, അവരൊക്കെ ഭയങ്കര നല്ല നടീനടന്മാരാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ഫീല് ഓൾറെഡി നമുക്ക് ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു രാജേട്ടനൊക്കെ ഓഡിഷൻ ചെയ്യുന്ന സമയത്ത്, ഞാൻ രാജേട്ടന്റെ ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാജേട്ടനൊക്കെ ഓഡിഷന് ഇരിക്കുന്ന സമയത്ത് ഒരാൾ വരുന്ന സമയത്ത് അയാളെ ജഡ്ജ് ചെയ്യാൻ ഇരിക്കുന്ന പോലെയല്ല ഉണ്ടാവുക. ഭയങ്കര പ്ലസന്റ് ആയിട്ട് ചിരിച്ച് അവരോടൊരു ഇഷ്ടവും സ്നേഹവും ഭയങ്കര ഒരു ബഹുമാനമൊക്കെ ഉള്ള പോലെയാണ് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. രാജേട്ടന്റെ ഒക്കെ ഈ പറയുന്ന കാസ്റ്റിംഗ് കണ്ടുപോയി അത് അറ്റൻഡ് ചെയ്തൊക്കെ സമയത്ത്. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ് ഇവരെയൊക്കെ ഡീൽ ചെയ്തിട്ടില്ല. അവരെ കാണുമ്പോൾ നമ്മളെക്കാൾ ബഹുമാനം കൊടുത്ത് കൂടെ നിർത്തേണ്ട ആൾക്കാരാണെന്നുള്ള ഇതിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു സാധനം ഇവരുടെ അടുത്ത് എപ്പോഴും ഇപ്പോഴും ഉണ്ട്. ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും നമ്മളോട്. നമ്മൾ ഇരിക്കുമ്പോഴും മറ്റേ സതീഷ് കാസ്റ്റിംഗ് ടീമിൽ ഇരിക്കുമ്പോഴും ഇവര് ചെയ്യുന്ന സമയത്തും എല്ലാം കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹത്തിലാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ആക്ടേഴ്സ് ബന്ധമല്ല ശരിക്കും ആൾക്കാർക്ക് ഉണ്ടാവുക. ഭയങ്കര സ്വന്തം ആൾക്കാര്, ഒരു വീട്ടിലുള്ള ആൾക്കാര്, അങ്ങനത്തെ ഒരു ഫീലിലാണ്. ലൊക്കേഷനിലാണെങ്കിലും അതിന്റെ മുന്നേ ആണെങ്കിലും പ്രീ പ്രൊഡക്ഷൻ സമയത്തും ഒക്കെ ക്യാമ്പിന്റെ സമയത്തും ഒക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും പെർഫോമൻസ് അങ്ങോട്ടും ആരും കണ്ടിട്ടില്ല. ഞങ്ങളുടെ സീൻ കാണുന്നു, അപ്പുറത്ത് നടക്കുന്ന ഞങ്ങൾക്ക് അറിയില്ല.
ഞങ്ങളും ആക്ച്വലി തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴാണ് ഓ ഇതാണ് പരിപാടി, ഇതാണ് കഥ എന്നും മറ്റാൾക്കാരുടെ പെർഫോമൻസ് ഞങ്ങൾ കാണുന്ന അപ്പോഴാണ്. അപ്പൊ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും എന്ത് രസമായിട്ട് അഭിനയിച്ചു എന്നുള്ള സാധനം ഞങ്ങൾക്ക് എല്ലാവരും കിട്ടിയത്. അതെ, ഈ ഒരു ജോണറിലുള്ള സിനിമ പൊതുവെ ആരും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു പട്ടികളെ വെച്ചിട്ട് കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒരു ചുട്ടുമോനെ, അതുപോലെ തന്നെ ഇതിൽ പറയേണ്ട താറാവ് കോഴി, ഒരു അഭിനയിക്കുകയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജേണലിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെയൊരു സാധനമാണ് ഡയറക്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോ രാജേഷ് മാധവൻ എന്ന് പറയുന്ന ആള് നമുക്കൊരു കലാകാരൻ എന്നുള്ളൊരുപരി നടനായിട്ടാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. ഇപ്പൊ പറയുമ്പോ ഒരു ഡയറക്ടർ എന്നുള്ളൊരു നിലയിൽ നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്? ഡയറക്ടർ എന്ന രീതിയിൽ രാജേട്ടന്റെ ഒരു പരിപാടി എങ്ങനെയാ പറഞ്ഞാൽ പുള്ളിക്കാരി ബേസിക്കലി ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒരു ആളാണ്. അതായത് ഭയങ്കര കംഫർട്ട് ആയിരിക്കും നമ്മളായിട്ട്. പുള്ളി നമ്മളുടെ അടുത്ത് ഇത് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ഇടാൻ പറ്റും എന്നൊരു സാധനം പുള്ളി പറയും. ഇതില് ഇതില് മറ്റൊരു സീനുണ്ട്, മാഷ് വന്നിട്ട് എവിടെ കോക്കരടാ വന്ന വണ്ടി നടക്കട്ടെ, അപ്പൊ എവിടെ ചോദിക്കുമ്പോ അപ്പൊ എന്റെ അടുത്ത് വന്ന് എന്താ അവിടെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ അതവൻ അവിടെ മനക്കുട്ടി നിൽക്കുന്നു, ഒരു സാധനം ഇട്ട് മതി, അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതില് രവിയേട്ടനാണെങ്കിൽ പോലും എപ്പോഴും കയ്യിലൊരു പേപ്പറും പേനയും ഉണ്ടാവും. സ്പോട്ടിലിരുന്ന് എന്തൊക്കെ എഴുതാൻ പറ്റും. അപ്പൊ പോലും ഷോട്ടിന് തൊട്ട് മുമ്പ് പോലും പുള്ളിക്കാരൻ വർക്കിംഗ് തന്നെയായിരിക്കും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം. സ്പോട്ടിലായിരിക്കും പുള്ളി. രാജേഷേട്ടനും അങ്ങനെ തന്നെ ഭയങ്കര എന്താ പറയാ കറക്റ്റ് ആയിരിക്കും പുള്ളിക്കാരന്റെ കാര്യങ്ങൾ. രാജേഷേട്ടന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നു, തിയേറ്ററിൽ നിന്ന ആളാണ്. ക്രിയേറ്റീവ് നമ്മൾ അങ്ങനെ സ്പോട്ടിൽ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കും. അല്ലാതെ അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് ഇത് പഠിച്ചേ പറ്റൂ അങ്ങനെ അല്ലാണ്ട് നമ്മളെ കംഫർട്ട് ആക്കിയിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ്. ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഗ്രാമത്തില്, ആ കൊച്ചു ഗ്രാമത്തില് അടിയും വഴക്കും ഒന്നും വേണ്ട എന്ന രീതിയിൽ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് എറിയാണ്. അതിൽ നിന്നാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അപ്പോ ഒരു കുട്ടി അവിടെ വന്നിട്ട് ആ ഒരു കത്തി എടുത്ത് മാറ്റി വെക്കുകയാണ്. അവസാനത്തില് ഈ പൂക്കി പറയാനല്ലേ ഓക്കെ. അപ്പോഴാണ് നമ്മുടെ ബാബുരാജ് ആ ഒരു കത്തി വെച്ച് നമ്മുടെ ചുട്ടുമോനെന്ന് പേടിപ്പിച്ചിട്ട് ആ കത്തി ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അതിന്റെ ബാക്കിൽ എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടോ? ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരാനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആക്ച്വലി അത് കുട്ടി സുജാതനാണ്, സുജാതൻ മാഷാണ് ആ കുട്ടി. അപ്പൊ എവിടെയോ വയലൻസ് ഒക്കെ ഉള്ള പരിപാടി അവസാനിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അത് വരുന്നു എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ കണ്ടപ്പോൾ തോന്നിയത് ഇങ്ങനെയാണ്. ചിലപ്പോ വേറെ നമുക്കൊരു സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാം. നന്നായിരുന്നു. ഇപ്പൊ ആ ഒരു സിനിമയില് ഞാൻ പറഞ്ഞ ലാംഗ്വേജ് സ്ലാങ് ഭയങ്കര ഹിറ്റായിട്ട് ഓടുന്നുണ്ട്. നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് ഞാനൊരു ടാസ്ക് തരട്ടെ. അതായത് ആ ഒരു സ്ലാങ് വെച്ചിട്ട് നിങ്ങൾ അവിടെ ഇവിടെ ഒന്നും വഴക്ക് കൂടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അവിടെ ആ ഒരു വഴക്ക്, അതായത് ഇപ്പൊ നായികേനെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നവരുണ്ട്, കഴിക്കണ്ട എന്ന് പറയുന്ന രീതിയിൽ നമ്മളിവിടെ ഒരു വഴക്ക് ഉണ്ടാക്കാണ്. ഞാനാണ് നായിക, പറഞ്ഞു തുടങ്ങിക്കോ. രണ്ട് ടീമായിട്ടൊക്കെ തിരിഞ്ഞു. ബാബുരാജ് കുമാർ അടിയാവണ്ട ഞാനേ നമുക്ക് ഇഷ്ടമല്ല. അവളെ നമുക്ക് വേണ്ട, അവളെ ഒന്നും കിട്ടണ്ട കേട്ടോ. അവിടെ അവള് ശരിയല്ലടാ. സെക്കൻഡ് ഇഷ്ടമാണ് അത്. എന്താ ചെയ്യേണ്ടത്? നീ ഒരുമാതിരി എനിക്ക് അവളെ ഓക്കെയാണ്. കഥകൾ കേൾക്കണം നീ. എന്റെ അമ്മോ, ഞാൻ പറയുന്നില്ല. എന്താണ് അല്ല സംഭവം ഞങ്ങളെ കൂട്ടുകാരാണ്. കൂട്ടുകാരോ കാമുകയാകുമ്പോ നമുക്ക് നല്ല ആളാണെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. പക്ഷെ ഇവന് താല്പര്യം പക്ഷെ എനിക്ക് താല്പര്യം വേണ്ടേ? എന്ത് കുമാരായിട്ട് എങ്ങനെ പറയുന്നത്? വേണ്ട വിട്. പലരും ഞാൻ നിൽക്കും നിന്റെ കൂടെ. പിന്നെ അവള് വേണ്ടേ? നീ നിന്നിട്ട് എന്താണ്? ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ഇവര് പലതും പറയും. വേറെ നോക്കാം. അവൾ ഓക്കെ ആണെങ്കിലും ഓക്കെ. കല്യാണം താല്പര്യമില്ല. കല്യാണം താല്പര്യമില്ല എന്നുള്ള എനിക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ട്. എന്റെ ബാബുരാജ് ഏട്ടൻ. ബാബുരാജ് എനിക്ക് ഓക്കെ ഇല്ല. ഞാൻ അപ്പോഴും പറഞ്ഞില്ല സെക്കൻഡ് നമ്പണ്ടാന്ന്. അത് പറ്റില്ല.
അതിന്റെ അതല്ല അത് പറ്റില്ല. എന്താണ് അല്ല അങ്ങനെയല്ലല്ലോ. അവർക്ക് ഇഷ്ടമാണ് ആദ്യം അവിടെ അവരെ ഇഷ്ടം പറഞ്ഞപ്പോ നിങ്ങൾ ഇഷ്ടം പറഞ്ഞു, നാളെ എന്നെ ഇഷ്ടം പറഞ്ഞു. നിനക്ക് എന്താണ് ഇപ്പൊ അവളെ കെട്ടണം എനിക്ക് കേട്ടണ്ട, എനിക്ക് വേറെ ആളുണ്ട്. നിനക്ക് കെട്ടണ എനിക്ക് എന്ത് കേട്ടണം, നിനക്ക് കേട്ടണടാ? എനിക്കിപ്പോ വേണ്ട, വേണ്ട, ഇനി വേണ്ട. ഇനി വേണ്ട, എന്നെ വേണം പറഞ്ഞപ്പോ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. ഒരു ഡേറ്റ് ഒക്കെ ആണെങ്കിൽ നോക്കാം. ആണോ? എന്നാ തീരുമാനിച്ചാലോ? ഓ ബാബുവിന് സമ്മതാണോ? എന്താ പറയുക, എനിക്കല്ലോ ആ സ്ലാങ് കേൾക്കാൻ വേണ്ടിട്ടായിരുന്നു. എന്നാലും ഓക്കെ, അടിപൊളിയായിരുന്നു. നമ്മളെ ചേച്ചിമാര് വന്നാൽ അയ്യോ, ചേച്ചിമാരെ കുറിച്ച് ദൈവമേ, അമ്മയായിട്ട് വന്ന ചേച്ചി എനിക്ക് ആ ചുട്ടുമോനെ അടിക്കണതോ തൊടിക്കണതൊക്കെ കണ്ടപ്പോ ഉണ്ടല്ലോ കടിച്ച് നന്നായെന്ന് തോന്നിപ്പോയി. എന്താ അമ്മയായിട്ട് അഭിനയിച്ച് അവരോട് പറയാനുള്ളത്, അവരെ കുറിച്ച് പറയാനുള്ളത്? അമ്മ ആക്ച്വലി അവര് തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. ഒരു നാടകങ്ങൾ സ്ഥിരം നാടകം, ഇപ്പോഴും അവര് നാടകങ്ങളുടെ പരിപാടിയിലാണ്. അപ്പൊ പടം ഇറങ്ങിയ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, മോനെ എന്നാണ് വിളിക്കുക, ഞാൻ അമ്മ എന്നാണ് വിളിക്കുക. അപ്പൊ അതിലേക്ക് തോന്നുന്നു അങ്ങനെ അമ്മ മകൻ ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ മോൻ എന്നൊക്കെ തന്നെയാണ് വിളിക്കുക. കുറച്ച് അധികം സമയം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും അങ്ങനെ ഒരു ക്ലോസ് ആയിട്ടുള്ളതാണ്. അമ്മയിട്ടും ഞാൻ നല്ല ക്ലോസ് ആണ്. പിന്നെ എല്ലാ ആൾക്കാരും കുറച്ച് നമ്മളെക്കാളും ഒക്കെ കുറച്ചും കൂടി വയസ്സായ ആൾക്കാർ നമ്മളെക്കാളും ഒക്കെ വൈബ്രന്റ് ആണ്. പടത്തിലുള്ള പോലെ തന്നെയാണ് ജീവിതത്തിലും അല്ലെ. ഇപ്പൊ പറയുകയാണെങ്കിൽ അമ്മൂമ്മമാരുണ്ടായും. ഇതിനകത്ത് ഞാൻ നോക്കിയൊരു കാര്യമാണ്, ഈ സിനിമയിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും പേര് ഏറ്റവും അവസാനം തിയേറ്ററിൽ എഴുതി കാണിക്കും. ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ നിങ്ങളുടെ പേര് എനിക്ക് തോന്നുന്നു ചേട്ടൻ നേരത്തെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ബാക്കി എല്ലാവരും ഇപ്പൊ രാജേഷ് ചേട്ടനാണെങ്കിലും റെയ്നി ആണെങ്കിലും നിങ്ങൾ മൂന്നുപേരാണ് നേരത്തെ ഒരു സിനിമ അഭിനയിച്ചിട്ടുള്ളവർ. പിന്നെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളായിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു പേര് ചെയ്തിട്ടുണ്ടല്ലേ? ചില ആൾക്കാരൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ഇത് ഇറങ്ങിയതിന് ശേഷം ഇവനൊക്കെ കുറച്ചും കൂടെ നല്ലൊരു സാധനം കഥാപാത്രം കിട്ടിയത് ഇതിലാണ്. അപ്പൊ ആ പേരൊക്കെ ഇങ്ങനെ തിയേറ്ററിൽ എഴുതി വന്നപ്പോ എന്താ തോന്നിയിട്ടുണ്ടായിരുന്നു? അതിന് വലിയ സന്തോഷം. നമ്മുടെ ഈ പേരൊക്കെ വന്നല്ലോ എന്നുള്ള സന്തോഷം തന്നെയാണ്. അല്ല, ബിഗ് സ്ക്രീനിൽ കാണുന്ന പക്ഷെ വന്നു, വലിയ സന്തോഷം. ആ ബിഗ് സ്ക്രീനിൽ കാണുന്ന മൂമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. വീട്ടുകാരൊക്കെ ഒരുമിച്ചിരുന്നാണോ സിനിമ? എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷം, ഭയങ്കര സന്തോഷമായിരുന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോ ശരി അടുത്ത പരിപാടി എന്താന്നില്ല, ശരി നോക്കാം, അങ്ങനത്തെ ഒരു സാധനം. വീട്ടുകാർക്ക് ഹാപ്പിയാ. ഇതിനു മുമ്പ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ മൂവീസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ഫസ്റ്റ് സിനിമ നൻപകൽ നേരത്തെ വായിക്കുവാണ്. അതിൽ ആ ബസ്സിൽ ഉള്ള ടീമായിരുന്നു. വിപിൻ അറ്റ്ലിയുടെ കനീനായിട്ട്. രണ്ടാമത്തെ സിനിമ തലവരയാണ്. അതിൽ 2-3 സീൻ കട്ടായി പോയി, പക്ഷെ അതിൽ ലാസ്റ്റ് ആ ഡയറക്ഷൻ ടീമിലുണ്ട്. പിന്നെ ബൾട്ടിയിലുണ്ട്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ ഞാൻ പോവാറുണ്ടായിരുന്നു. പെണ്ണും പൊറാട്ടാണ് ആക്കിയത്. പെണ്ണും പൊറാട്ടാണ്. പെണ്ണും പൊറാട്ടാണ് സംസാരിക്കാൻ പറ്റിയത്, വാക്കുകൾ. അതെ. ഇപ്പൊ ബാബുരാജിനെ കുറിച്ച് പറഞ്ഞാലോ? ഞാൻ എന്റെ ആദ്യത്തെ സിനിമയാണ്. തിയേറ്ററും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസ് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടുള്ള അജയ് എന്ന് പറഞ്ഞിട്ടുള്ള അവൻ ചെയ്തിട്ടുള്ള ഒരു അജിനോമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം, അത്യാവശ്യം റീച്ചൊക്കെ ഉള്ള ഷോർട്ട് ഫിലിമാണ്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മൂവിയാണ്. ഞാൻ ആദ്യത്തെ മൂവി പറഞ്ഞ അർച്ചന തേട്ടോ നോട്ടൗട്ട്, അതിന്റെ ഡയറക്ടർ ആക്കിയത്. ഞങ്ങള് കോളേജിൽ ഒരുമിച്ച് ഫ്രണ്ട് തന്നെയാ, വീടിനോട് ഒരുമിച്ച, കോളേജിൽ ഒരുമിച്ച. അപ്പൊ അതിലാണ് ആദ്യമായിട്ട്. അപ്പൊ അന്ന് തന്നെ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന ടൈം തന്നെ അഖിലാണെങ്കിൽ ഞാനാണെങ്കിലും ഞങ്ങളൊരു ടീമുണ്ട്. ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് അങ്ങനെ പറഞ്ഞിട്ട് സിനിമ. അപ്പൊ അതിലൊരു ചെറിയൊരു ഭാഗം ചെയ്തു ഈ വിളമ്പണം. അവിടെയാണ് ശരിക്കും ആദ്യമായിട്ട് ഞാൻ രാജേഷേട്ടനെ മീറ്റ് ചെയ്യുന്നത്. രാജേഷേട്ടനെ ഞങ്ങൾക്ക് ആക്ടിംഗ് ക്ലാസ് എടുക്കാൻ എനിക്ക്. അപ്പൊ രാജേഷേട്ടനെ അവിടെ വെച്ചിട്ടുള്ള പരിചയം. അപ്പൊ രാജേഷേട്ടൻ അന്ന് തന്നെ അവിടെ പിടിക്കാട്ടോ എന്തെങ്കിലും അന്ന് പറഞ്ഞതാ. പക്ഷെ അത് പുള്ളി ഇത്ര സീരിയസ് ആയിട്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞ ചെറിയൊരു ഭാഗം സൂപ്പർ ഷാനിയിലെ സ്റ്റാർട്ടിങ് സീനില് ഒരു ശരണേനൊരു ഗ്രൗണ്ടിൽ നിന്ന് കമന്റ് അടിക്കുന്ന പോലെ ഞാൻ റോന്തിൽ അഭിനയിച്ചു. ഇത് നമ്മുടെ പെണ്ണും പൊറോട്ടം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഷെല്ലി ചേട്ടനുണ്ട് അസോസിയേറ്റ് നമ്മുടെ പെണ്ണും പൊറോട്ടം. ഷെല്ലി ചേട്ടനാണ് ചീഫ് ആണല്ലേ, സോറി. അപ്പൊ ചീഫ് ഓഫ് പട്ടറ. അതെ. അപ്പൊ വിളിച്ചിട്ട് എന്താണ് ഒന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. ചെറിയൊരു സീനുണ്ട്, ഷായ് ചേട്ടന്റെ പടത്തിലാണ് റോന്തെന്ന് വരുന്നുണ്ട് ചോദിച്ചു. എന്താ വരട്ടെ അങ്ങനെ പോയി അഭിനയിച്ചിരുന്നു. അതാണ് ആദ്യം ഇറങ്ങിയത്. പെണ്ണും പൊറോട്ട ആദ്യത്തെ പടം അഭിനയിച്ചത് ഇതാണ്, റിലീസ് ആയത് അതാണല്ലേ? ഓക്കെ. ഇപ്പൊ പറയുന്ന മാതിരി പൊറാട്ട്, ഞാൻ പൊറാട്ട് നാടകങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഒരു സിനിമ പാലക്കാടിന്റെ തനത് കലാരൂപമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ പെണ്ണും
പൊറാട്ടും, അതായത് ഈ സിനിമയെ കണ്ടുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ ലാസ്റ്റ് ഭാഗമായപ്പോ പലതരത്തിലുള്ള ഇത് ഞാൻ കണ്ടു. അതായത് അവര് തന്നെ അടിയുണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഡാൻസ് കളിക്കുന്ന ഒരു സീൻ വന്നപ്പോ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇതാ പാലക്കാടാ, അപ്പൊ ഞാൻ ചോദിച്ചു എടാ ഇത് എന്താണ്? അപ്പൊ ഇവൻ പറഞ്ഞു ഇതാണ് ഈ പൊറാട്ട നാടകത്തിന്റെ ഒരു സാധനം എന്ന് പറഞ്ഞു. അതിൽ തന്നെ ആ 3 ഷർട്ട് ഇട്ടേക്കുന്ന 3 ചേട്ടന്മാര് അവര് പൊറാട്ട നാടകം എന്ന് പറയുന്ന കലാരൂപത്തിലുള്ള കലാകാരന്മാരാണ്. എങ്ങനെയാണ് അവരിലേക്ക് എത്തിച്ചേർന്നത്? ആക്ച്വലി അവര് നമ്മുടെ പാട്ടും ഒരു തവണ പൊറാട്ട് കാണാൻ രാജേഷിന് കാണാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് പൊറാട്ടിന്റെ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പാട്ടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവരുടെ പെർഫോമൻസും പരിപാടികളും കണ്ടതിന് ശേഷം രാജേട്ടൻ പറഞ്ഞു ഇവരെ നമുക്ക് ഓഡിഷൻ ചെയ്യണം. അപ്പൊ അങ്ങനെ ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ് അവരും ഇന്നാവുന്നത്. ഭയങ്കര 2 ശബ്ദത്തിലൊക്കെ സംസാരിക്കുവര്, ഭയങ്കര എനർജി അവര് രാത്രി മുഴുവൻ ഈ പറഞ്ഞ നാടകം കളിച്ചിട്ട് പകലും മുഴുവൻ ഷൂട്ടിംഗ് ആണ്. രാത്രി മുഴുവൻ എന്ന് പറഞ്ഞാൽ പുലർച്ചെ വരെ 6 മണി വരെ. അതെ അല്ലേ? ഓക്കെ. എന്നിട്ട് വന്നിട്ട് ഷൂട്ട് ഷൂട്ട് എങ്ങനെ പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് കിട്ടി അപ്പൊ അവന്റെ ഒരു സാധനം ഉണ്ടാവും, അത് വിരിച്ചിട്ട് ഒരു കടത്തം കിടക്കും. ഷൂട്ടാകുമ്പോ 8 മണി എനിക്ക് ഭയങ്കര എനർജി ആയിരിക്കും, അതെ അല്ലേ? ഒടുക്കത്തെ എനർജിയാണ്. ഓക്കെ. ഇപ്പൊ ഒത്തിരി ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവിടെ ലൊക്കേഷനിൽ ഫണ്ണി ആയിട്ട് നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ലൊക്കേഷന്റെ പണി പറഞ്ഞാൽ നമ്മളെല്ലാരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് സീനൊക്കെ പോയിട്ടുള്ളത്. പിന്നെ കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഭയങ്കര ഫണ്ണി ആയിരുന്നു. അത് ഒന്നാമത് പാലക്കാട് ചൂടും. പിന്നെ എനിക്കൊരു കുഴപ്പമില്ല, സുമയാണെങ്കിൽ എന്റെ ബാക്കില് മടി ഒരാള്, എന്റെ ബാക്കിൽ ഗോപുരി അടുക്കുന്നുണ്ട്, എല്ലാരും കൂടി സാധനം. പിന്നെ ഷൂട്ട് എങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പെപ്പയും കാർ കയറുന്നു, ഇവൻ കാർ ഓട്ടുന്നുണ്ട്. ഞാൻ അപ്പോഴാണ് 3 മാസം മുന്നെയാണ് രാജേട്ടൻ്റെ അടുത്ത് പറയുന്നത് നീ ബാബുരാജ് ചെയ്തോ, കാർ ഓടിക്കണം. എനിക്കപ്പോ കാറ് ഞാൻ സ്റ്റിയറിങ് ഞാൻ വെറുതെ കളിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതുവരെ ഞാൻ വണ്ടി ഓടിക്കാൻ ഒരു പരിചയമില്ല. അതിന് ശേഷമാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതും. അപ്പൊ ഇവന്മാർക്ക് അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. അല്ല, പേടി പറഞ്ഞാ നോർമൽ റോഡ് കൂടെ പോണതാണെങ്കിൽ കുഴപ്പമില്ല, ഇത് അവിടെയും വണ്ടിയിൽ ക്യാമറ ഉണ്ട്, കുറെ വൻ പരിപാടിയാണ്. അതിൽ അങ്ങോട്ടോ ചെറിയ വഴികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വൻ ചെലവുകളാണ്. ആ പേടിയൊന്നും മുഖത്ത് കാണിക്കാതെ ചിരിക്കണം പറയുന്നെങ്കിൽ. അതെ, അതുപോലെ തന്നെ കാറ് വളച്ചു നിർത്തുന്ന ഒരു സീൻ അത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. അതങ്ങനെയല്ല, ടെക്നിക്കാണല്ലോ. ഓക്കെ. ഇപ്പൊ എനിക്ക് കുമാറിനെ കാണുമ്പോ എനിക്ക് ഹിപ്സ്റ്ററിനെ പോലെ തോന്നി. അതെന്താന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ സിനിമ കണ്ടപ്പോ തൊട്ട് ഭയങ്കര ചിരിച്ച് അഭിനയിക്കുന്ന ആളാണ് അല്ലെ. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിന്റെ അടുത്ത് എടാ ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ടാന്ന് പറഞ്ഞു ലാസ്റ്റ് ഞാൻ വീട്ടിൽ വന്ന് 1 മണി എങ്ങനെ വന്ന് കിടന്നപ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഹിപ്സ്റ്ററിനെ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് മാത്രം തോന്നലല്ല, അപ്പൊ ഞാനും പറഞ്ഞു. ആണോ? ഓക്കെ.